മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന് രാഷ്ട്രപതി ഹരിയാനയിലെ അംബാലയിലെത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു അംബാലയിലെത്തിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫാലിൽ പറന്നത്. പ്രത്യേകം തെരഞ്ഞെടുത്ത എക്സ്പെർട്ട് പൈലറ്റിനൊപ്പമായിരുന്നു രാഷ്ട്രപതി പറന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ രണ്ടാമത്തെ ഫൈറ്റർ ജെറ്റ് യാത്രയാണ്. 2023 സുഖോയ് 30 രാഷ്ട്രപതി ഹ്രസ്വദൂര പറക്കൽ നടത്തിയിരുന്നു. और ये तस्वीरें इस समय आपको दिखा रहे हैं जब टेक ऑफ इस समय विमान कर चुका है राफेल, जिसमें राष्ट्रपति द्रौपदी मुर्मू इस समय इसमें मौजूद हैं और एक अलग ही और ये तस्वीरें इस समय आपको दिखा रहे हैं जब टेक ऑफ इस समय विमान कर चुका है राफेल, जिसमें അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, ഏറെ അഭിമാനകരമായ നിമിഷമാണ് ഇത്. രണ്ടാം തവണയാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ഒരു യുദ്ധവിമാനത്തിൽ പറക്കുന്നത്. എന്താണ് വിശദാംശം? സജിത്ത്, ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള യുദ്ധവിമാനമായ റാഫേലിൽ പറന്നുയർന്നിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. അതിൽ ഈ രാഷ്ട്രപതി ഇന്ന് ഹരിയാനയിലെ അംബാലയിലുള്ള എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് അവർ പറന്നുയർന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള പൈലറ്റിനൊപ്പമാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രപതി പറന്നുയർന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് പറക്കലിന് മുമ്പ് തന്നെ വ്യോമതാവളത്തിൽ വെച്ച് വലിയ ഗാർഡ് ഓഫ് ഓണർ അടക്കം കൊടുത്തിരുന്നു. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് അടക്കം ദ്രൗപദി മുർമുവിൻ്റെ ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടക്കം സല്യൂട്ട് വാങ്ങിച്ച ശേഷമാണ് ദ്രൗപദി മുർമു ഇന്ത്യയുടെ ഏറ്റവും വില കൂടിയ, ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന, ഇന്ത്യയുടെ ഏറ്റവും സാങ്കേതികമായി ഉയർന്നു നിൽക്കുന്ന റഫേൽ വിമാനത്തിൽ പറന്നുയർന്നിരിക്കുന്നത്. ഹരിയാനയിലെ അംബാലയിലുള്ള എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് അവർ പറന്നുയർന്നിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരു ഫൈറ്റർ ജെറ്റിൽ പറക്കുന്നത്. ഇതിനു മുമ്പ് 2023 അസാമിൽ വെച്ച് സുഖോയ് MKI എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റിൽ ഇന്ത്യയുടെ അതിർത്തികളെ വലിയ രീതിയിൽ കാത്തിരുന്ന സുഖോയിൽ അവർ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. ഇത് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രപതി മൂന്നാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഒരു ഫൈറ്റർ ജെറ്റിൽ പറക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. ഇതിനു മുമ്പ് ഡോക്ടർ APJ അബ്ദുൽ കലാമും പ്രതിഭ പാട്ടീലും 2006 2009 ഇത്തരത്തിൽ സുഖോയ് 30 MKI എന്ന് പറയുന്ന വിമാനത്തിൽ പറന്നിരുന്നു. അതിനുശേഷം എന്നാൽ 2 വ്യത്യസ്ത ഫൈറ്റർ ജെറ്റുകളിൽ പറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. സുഖോയ് 30 MKIയിലും അതുപോലെ റഫേൽ വിമാനത്തിലും അവർ പറന്നുയർന്നിരിക്കുന്നു. അവർ അതിങ്ങനെ ഒരു റെക്കോർഡ് ഇട്ടിരിക്കുന്നു. ഒരു രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി കൂടിയാണ് ഇത്തരത്തിൽ ഒരു സുഖോയ് വിമാനത്തിൽ പറന്നുവരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം നമ്മുടെ രാഷ്ട്രപതി സുഖോയിൽ കയറുന്നതും സുഖോയ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കൈവീശി അഭിവാദ്യം ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇന്ത്യയിലെ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള, ഏറ്റവും പ്രതിഭാധനനായിട്ടുള്ള പൈലറ്റാണ് നമ്മുടെ രാഷ്ട്രപതിയെയും കൊണ്ട് പറക്കുന്നത്. അംബാലയിൽ നിന്നാണ് പറക്കുന്നത്. നമുക്ക് അഭിമാന നിമിഷമാണ്. മാത്രമല്ല, റഫേലിനെ സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ വിവരം എന്ന് പറയുന്നത് നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ അഭിമാനകരമായ നേട്ടം കൊയ്ത വിമാനങ്ങളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ റഫേൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ അതിർത്തി കടന്ന് പാകിസ്ഥാനിലെ ബഹാവുൽപൂരിലെത്തി അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങളെ നശിപ്പിച്ച് തിരിച്ചെത്തിയ ഇന്ത്യയുടെ അഭിമാനമായ വിമാനം കൂടിയാണ് റഫേൽ. 2020 റഫേൽ ഇന്ത്യൻ സേനയിലെത്തുന്നത്. നിരവധി ഫ്രഞ്ച് നിർമ്മിതമായ റഫേൽ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കൈവരിച്ചത്. അതിൻ്റെ ഒരു അഭിമാന നേട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതി കൂടി റഫേലിൽ പറന്നുയർന്ന ഒരു ചരിത്രം കുറിച്ചിരിക്കുന്നത്. ചരിത്രപരമായ ഒരു പറക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. അംബാലയിൽ നിന്നാണ് ഇന്ത്യൻ രാഷ്ട്രപതി ഇപ്പോൾ പറന്നുയർന്നിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് തൊട്ട് പിൻ സീറ്റിലിരുന്നു കൊണ്ട് കൈവീശി ഇപ്പോൾ കാണിക്കുന്നതാണ് നമ്മുടെ രാഷ്ട്രപതി. മുൻ സീറ്റിലിരിക്കുന്നതാണ് നമ്മുടെ പൈലറ്റ്, പ്രതിഭാധനനായ പൈലറ്റ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൈലറ്റാണ് ഇപ്പോൾ രാഷ്ട്രപതിയെയും കൊണ്ട് റഫാൽ പറന്നുയർത്തിയിരിക്കുന്നത് അംബാലയിൽ നിന്ന്. സജിത്ത്, ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇത് രണ്ടാം തവണയാണ് ഒരു യുദ്ധവിമാനത്തിൽ പറക്കുന്നത്. ആദ്യം സുഖോയ് 30 വിമാനത്തിലെങ്കിൽ ഇപ്പോൾ റഫേൽ യുദ്ധവിമാനത്തിലാണ്. ഇന്ത്യയുടെ 2 അഭിമാന സ്തംഭങ്ങളാണ്, 2
യുദ്ധവിമാനങ്ങൾ ശത്രുരാജ്യത്തെ അടക്കം പലവട്ടം നേരിട്ട് അഭിമാന നേട്ടങ്ങൾ കൈവരിച്ച ആ യുദ്ധവിമാനത്തിലാണ് രാഷ്ട്രപതി പറഞ്ഞത്. और ये तस्वीरें इस समय आपको दिखा रहे हैं जब टेक ऑफ इस समय